എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അല്ല, ധാരാളപ്പ അത് നമ്മളെ മാവേലിയല്ലേ പോണത്? അല്ല, വായ് ഒന്ന് നിക്കുന്നു. വത്സൻ എന്നെ വിളിച്ചോ? വത്സനല്ല, നമ്മള് ഗഫൂറാണെന്ന്. അത് ശരി, അപ്പൊ നിങ്ങള് വത്സൻ അന്വേഷിച്ചെന്നാണ്? നോം പ്രജകളെല്ലാം ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഓണമൊക്കെ അല്ലേ, ഇതൊക്കെയാണല്ലോ നാട്ടു നടപ്പ്. ഓഹോ, അങ്ങനെ. എന്നാ ഞമ്മൾ നിങ്ങളെ കൂടെ കൂടുകയെന്ന്. നിങ്ങക്ക് സ്ഥലത്തിന് പരിചയം ഉണ്ടാവൂലോ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ഹലോ, നാം ഭൂമിയിൽ എത്തിട്ടോ. ഫേസ്ബുക്കിലെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരുന്നല്ലോ, താങ്കൾ അത് ശ്രദ്ധിച്ചില്ലേ? ഓക്കെ, നിങ്ങളൊരു സംഭവം തന്നെ കേട്ടോ. വരൂ, നമുക്ക് ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണാം. അല്ല ഭായി, നിങ്ങൾ കൊല്ലത്തിൽ ഒരിക്കലല്ലേ വരൂ? ഭായി എന്നല്ല, നോമിനെ മാവേലി എന്ന് അഭിസംബോധന ചെയ്യാം. എന്ത് മാവേലിയൻ അബ്ദുൾ സമദ് എന്നോ? അതാ നിങ്ങൾ മുഴുവൻ പേര്? താൻ എവിടുന്ന് വന്നടോ? തനിക്ക് നാണോ മാനോ ഇല്ലേ? ലേശന്തേനി, അത് വിറ്റിട്ടാണ് കഴിഞ്ഞ പെരുന്നാൾ നമ്മളുണ്ട്. എന്ത് നാണവും മാനവും വിറ്റ് പെരുന്നാൾ ആഘോഷിക്കേ? നോം എന്തായി കേൾക്കണത്? വയസ്സിരി നല്ല മാവേലിയെ, ഓണത്തിന്റെ കാര്യം ഇങ്ങനൊക്കെ തന്നെയാണ്. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. എന്തൊക്കെ കഷ്ടപ്പാടാണെങ്കിലും പ്രജകളൊക്കെ നോമിനെ ഓർക്കണുണ്ട്. സന്തോഷായി. ഇത് നിങ്ങള് ഫോട്ടോ കൊടുത്ത് പരസ്യം ചെയ്താന്ന്, അല്ലാണ്ട് സ്നേഹം കൊണ്ടൊന്നല്ല. അപ്പൊ നോമിനെ വിറ്റ് കാശാക്കേ? ശിവ ശിവ, എന്തായി കേൾക്കണത്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെ ആകെ മൊത്തം ടോട്ടലായിട്ട് പ്രശ്നങ്ങളും കഷ്ടപ്പാടും തന്നെ ഉള്ളൂ. അപ്പോ ഇവിടെ സന്തോഷവും സമാധാനവും എവിടെ ഇല്ലാന്നാണോ പറഞ്ഞു വരണത്? നോമിന് സന്തോഷായി. സന്തോഷത്തോടെ കഴിയണ ഒരു കുടുംബത്തെയെങ്കിലും കണ്ടല്ലോ. നിങ്ങള് തൊട്ടപ്പുറത്തെ പുരയിലേക്കൊന്ന് നോക്കി. ഇതെന്തത്? ഇവിടെ സന്തോഷവും സമാധാനവും എവിടെ ഇല്ലേ? നിങ്ങള് വരീന്ന്. സന്തോഷവും സമാധാനമൊക്കെ ഒരൊറ്റ സ്ഥലത്തേ കാണൂ. ഞമ്മള് കാണിച്ചുതരാം. ഇവരെല്ലാവരും റേഷനരി വാങ്ങാൻ ക്യൂ നിൽക്കുവാണോ? റേഷനരി വാങ്ങാനൊന്നല്ലാന്ന്, സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് നിൽക്കുന്നത്. ഇങ്ങനെ ക്യൂ നിന്നാ വാങ്ങാൻ കിട്ടുന്ന സാധനാണോ ഈ സന്തോഷവും സമാധാനവും ഒക്കെ? എന്റെ പൊന്നുവായി, ഇനി വിവാഹത്തിന്റെ മുന്നിലെ ക്യൂ ആണ്. ആഘോഷം എന്തായാലും നമ്മള് മലയാളികൾക്ക് സന്തോഷവും സമാധാനം കിട്ടണമെങ്കിൽ ഇപ്പൊ ഇവൻ തന്നെയുള്ള ഒരു രസ.